എഗെയിൻ നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ബൈക്ക് 3Dയുടെ ഒരു പാർട്ടായിട്ട്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ബൈക്ക് 3D ഞാൻ കളിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്? ജം ടെസ്റ്റാണ്. റാം ടെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്, ജം ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് വണ്ടികൾ വെച്ചിട്ടാണ്. ലാസ്റ്റ് ഒരു വണ്ടി ഉണ്ട് കേട്ടോ, എനിക്ക് ഇതിനൊക്കെ ചിപ്പ് കോഡ് അറിഞ്ഞൂടാ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ മുമ്പിൽ കാണുന്ന ഈ റെഡും ബ്ലൂവും വരുന്ന റെഡും വൈറ്റും വരുന്നതിനകത്തോട്ടും ചാടി നോക്കാം. ഓക്കെ, വണ്ടി നല്ലൊരു ഹൈയിൽ തന്നെ ചാടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കണം നമുക്ക്. ഓക്കെ 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 വണ്ടി അടുത്ത റിട്ടേൺ പോകുന്നല്ലോ. ഇല്ല നമ്മൾ പപ്പടം ആടിപ്പോയി. ഓക്കെ, വണ്ടിയുടെ ഡോറൊക്കെ തെറിച്ച് പോയല്ലോ. അതെങ്ങനെ ഡോറൊക്കെ തെറിച്ച് പോയല്ലോ? എൻ്റെ പടച്ചോനെ, എനിക്ക് വയ്യ. ഓക്കെ, നീ എവിടെയാണ് എത്ര സ്പീഡിൽ പോകുന്നത്? അവിടെ ആണെങ്കിൽ സ്പീഡിൽ കൂട്ടി കാണും. ഓക്കെ, നമുക്കിതപ്പോൾ നേരെ നമ്മുടെ ഇവിടെയും കൂടെ ഒന്ന് കയറ്റാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആ കണ്ട റാമ്പിലാണ് നമ്മുടെ വണ്ടികളെല്ലാം ചാടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ കൂടെ നമുക്കൊന്ന് കറക്കി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, അതാ നമ്മുടെ വണ്ടി. ഞാൻ ഇപ്പോൾ കളിക്കുകയാണ് കേട്ടോ. ഞാൻ കളിച്ചിട്ട് നമ്മൾ ആ ജമ്പിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഇപ്പോൾ നേരെ നമ്മുടെ ജമ്പിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ജമ്പിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് പതിയെ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തുകൊണ്ട് കയറ്റിക്കാം. അവിടെ നിൽക്കട്ടെ വണ്ടി അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് വണ്ടി ഡിഫൻഡർ അല്ല, ലാസ്റ്റാണ് നമ്മൾ ഡിഫൻഡർ ആക്കുന്നത്. നെക്സ്റ്റ് വണ്ടീൻ്റെ 800 അല്ലല്ലോ 90 കൊനിസിയാക്ക് കൂടെ എടുത്തിട്ടുണ്ട്. കൊനിസിയാക്ക് പിന്നെ 700 നമ്മുടെ 11 ഇവൻ തന്നെ ലംബോർഗിനി. 800 നമ്മുടെ 11 ബുഗാട്ടി V2 ആണെന്ന് തോന്നുന്നു. അതെ, പിന്നെ വരുന്നത് 500 ഇത് നമ്മുടെ ആഡിയുടെ ചിപ്പ് കാർഡാണ്. പിന്നെ ഇനി വരുന്ന എല്ലാം ബൈക്കാണ് എന്ന് തോന്നുന്നു. ഇതൊക്കെ ഏതാ കോബ്ര വെക്കോ. ഓക്കെ, അപ്പം നമ്മൾ പരിപാടി ഇവിടെ തീരാറായിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സുന? എന്തോ ഒരു സുനാട്ടോ, എനിക്കറിയില്ല. പിന്നെ ഇതെന്താ ഹബാസക്കി അതെന്ത് സാധനം? വാട്ട്? അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതെന്തെങ്കിലും തേങ്ങ ആവട്ടെ. ഇവിടെ എന്താ നിഞ്ച 106 അതെന്ത് സുന? ഇതൊന്നും ഈ വണ്ടി ഞാൻ കണ്ടിട്ടില്ല. 8000 എന്തുവാ? 8000 എന്തെങ്കിലുമൊക്കെ ആവട്ടെ. 900 ഇത് സ്പ്ലെൻഡർ. അയ്യേ, ഇതെല്ലാം പണ്ടത്തെ 20 കിഡ്സിലെ കാലത്തുള്ളതില്ല. ഫസ്റ്റ് നമുക്ക് ലംബോർഗിനി എടുത്ത് പറപ്പിക്കാം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ വണ്ടി ഇതാ റാമ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻസർ അടിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. ഓട്ടോമാറ്റിക് കയറ്റി വെച്ചത് വെറുതെ ആയി തോന്നുന്നു. ഇവിടെ തുറക്കടേ, ഇത് എന്ത് പരിപാടിയാണെങ്കിൽ തുറക്ക്. ഓക്കെ റെഡി ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ഗണ്ണൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഗണ്ണൊക്കെ പൊട്ടിയതുകൊണ്ട് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എപ്പോഴും ട്രയലായിരിക്കണം. 3, 2, 1 ഗോ. ഓക്കെ, നമ്മളിവിടെ വണ്ടി പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ഇതെപ്പോഴും ട്രയലായിരിക്കണം കേട്ടോ ഫസ്റ്റ്. ഇല്ലെങ്കിൽ ഇതാ ഈ ലംബോർഗിനിക്കാരൻ അങ്ങേരെന്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കോ? എൻ്റെ പൊന്നി, ഇത് എത്രാമത്തെ ട്രൈ ആണേ. ലൈൻ കട്ട് ദേഷ്യം വരുന്നു ഗൈസ്. എൻ്റെ പൊന്നി, വണ്ടി എന്നെ എടുത്തുകൊണ്ട് പോകണല്ലോ ഗൈസ്. ഒന്നുകൂടെ ഒരൊറ്റ ട്രൈയും കൂടെ നോക്കട്ടെ. വണ്ടി നമ്മൾ ഒത്തിരി ഒരു വിങ്സൊക്കെ വെച്ചെങ്കിൽ സെറ്റായിരുന്നു. ഇടിക്കല്ലേ ബാക്കിയുള്ള വണ്ടിയിൽ പോയി ഇടിക്കല്ലേ. ചില്ലൊക്കെ പെട്ടെന്ന് പൊട്ടി കേട്ടോ. ഓക്കെ, ഇത് ലാസ്റ്റ് ഫൈനൽ ട്രൈ ആണ്. ഇനി എനിക്ക് വയ്യ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്നെപ്പോലെ റാമ്പ് അടിക്കാൻ അവനും ഉണ്ട്. 3, 2, 1 ഗോ. ഇത്തവണ അങ്ങേരെ ഉണ്ടയൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. ഗണ്ണൊന്നും പൊട്ടിക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മളിവിടെ ചാടാറായി. ഇത് ഞാൻ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാൻ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്ത്. ഓക്കെ, ലാംബോർഗിനി ഇവിടെ എൻ്റെ പൊന്നേ കൈസ്, അത് വല്ലാത്തൊരിതായിപ്പോയി. ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. വണ്ടി കുറച്ച് ദൂരം ഹിറ്റ് ചെയ്തെന്ന് വേണം എനിക്ക് പറയാൻ. കാരണം വണ്ടി കുറച്ചധികം ദൂരം ഇതാക്കിയാണ്. കാരണം വണ്ടി നമ്മൾ ലാസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഇവിടെ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയേക്കുന്നത്. ഓക്കെ, നമ്മുടെ എന്തുവായിരുന്നു എൻ്റെ പേര് പറഞ്ഞല്ലോ.
സ്വാപ്പ് എന്തോ തേങ്ങ എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാറിക്ക്. എൻ്റെ ചേച്ചി ചേച്ചി ഇന്ന് വണ്ടി ഉമ്മ വെച്ച് കളിക്കുന്നു. ചേച്ചി മാറിക്കാൻ. ഇപ്പം ഞാൻ ഗണ്ണെടുത്ത് ഞാൻ വാണ്ടൽ ലെവൽ വീഴും. പിന്നെ അത് മതി. ഓക്കെ, സെക്കൻഡ് നമുക്ക് കൊനിസിയാഗ് എടുത്താലോ? ഓക്കെ, കൊനിസിയാഗ് എടുക്കാം നമുക്ക്. കൊനിസിയാഗ് സെറ്റായിരിക്കും. എനിക്കറിയില്ല കൊനിസിയാഗ് എങ്ങനെയാണ് സംഭവം. കാരണം ഫസ്റ്റത്തെ എപ്പോഴും ട്രയലായിരിക്കണം ഗെയ്സ്. ഇതിപ്പോൾ എത്രാമത്തെ തൊട്ടാണെന്ന് അറിയില്ല, രണ്ടാമത്തെ തൊട്ടുമാണ്. കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സമയം എന്നെ ചതിച്ചു. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ട്രേക്കിന് പോവുകയാണ്. ഒരു ട്രൈ കൂടെ നോക്കാം നമുക്ക്. വണ്ടിയുടെ പാർട്സ് എല്ലാം ഊരി പോകും കേട്ടോ. അതങ്ങനെയാണ് സത്യം പറയാമല്ലോ. എൻ്റെ പൊന്നെ ഗൈസ്, മറ്റേ ലാംബോർഗിനിയെ പോയി ഇടിച്ച് കേട്ടോ. വണ്ടി ഇപ്പം റിവേഴ്സ് വരുന്നില്ലല്ലോ, അതൊന്നും ചോദിച്ചു. പെട്ടെന്നൊരു കുഴപ്പം. വാട്ട് ഈസ് ദിസ്? വണ്ടി ഇപ്പോൾ വണ്ടി ഇപ്പോൾ കിട്ടി. ഓക്കെ, നമ്മൾ 3, 2, 1 ഗോ. അങ്ങേരൊക്കെ പോയി കേട്ടോ, ഉണ്ട പൊട്ടിക്കാൻ നിന്നവനൊക്കെ. അങ്ങനെ പാട്ടും നോക്കിപ്പോയി, പക്ഷെ പാടും നോക്കിപ്പോയി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ചാടാനായിട്ട് പോവാണ്. ഓക്കെ, 3, 2. കൺട്രോൾ ഭയങ്കര പാട്. ഇല്ലടാ, ഇത് ഞാൻ കൂട്ടൂല. ഒരൊറ്റ ഡ്രൈവ് കൂടെ പറ്റുന്നില്ല, ഭയങ്കര പാടേ. ഒരൊറ്റ ഡ്രൈവ് കൂടെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത്. കാരണം അങ്ങനെ വരുമ്പോഴും ഇപ്പം 100 സംതിങ് ആയതേ ഉള്ളൂ. ഓക്കെ, 200 അടിച്ചിട്ടുണ്ട്. 290, 300 അടിച്ചടാ. എടാ, ഈ വണ്ടി വിചാരിച്ച പോലെ അല്ലടാ, ഭയങ്കര സ്പീഡാടാ. എടാ നമ്മുടെ എൻ്റെ പൊന്നെ ഗായ്സ്, അത് അടിപൊളിയാട്ടോ. സത്യം പറഞ്ഞാൽ ഈ കൊനിസൊക്കെ എനിക്ക് മേടിക്കണമെന്നുണ്ട്. ഇത് നമ്മുടെ കമ്പനി പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്, മനസ്സിലായില്ലേ? ഇവൻ്റെ കമ്പനി എനിക്ക് തന്നെയാണ്. ഏകദേശം 800 കോടിയോളം വരുന്ന വണ്ടിയാണ് ഗൈസ് ഇതൊക്കെ. 400 കോടിയൊക്കെ വരുന്ന വണ്ടികളാണ്. എൻ്റെ പൊന്നെ, എനിക്ക് എന്ത് പൊന്നെ ഈ വണ്ടി ഇഞ്ഞെത്തിയില്ലേ ഗൈസ്. അതായത് അങ്ങാണ് ആ വീട്. അവിടെ നിന്ന് ഇഞ്ഞു വരെ വന്നപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഉണ്ടേ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ ഡിഫൻഡർ എടുക്കണം. പിന്നെ ലാസ്റ്റ് ഡിഫൻഡർ എടുക്കാം. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഡിഫൻഡർ എത്ര കിലോമീറ്ററോളം പോയിട്ടുള്ളത്. ഓടി എടുത്താലോ? വേണ്ട, നമുക്ക് ബുഗാട്ടി എടുക്കാം. ബുഗാട്ടി V2 എടുത്താലോ? കാരണം നല്ല വണ്ടിയാണ് ഈ ബുഗാട്ടി എടുക്കണോ ഔഡി എടുക്കണോ? ബുഗാട്ടി എടുക്കാം ഗൈസ്, കാരണം ബുഗാട്ടിക്ക് ഫാൻസ് കൂടുതലും. മറ്റേ ബുഗാട്ടി കൊണ്ടുവരണമായിരുന്നല്ലേ? ബുഗാട്ടി എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ ബുഗാട്ടി കൊണ്ടുവന്നെങ്കിൽ എല്ലാവരും എന്തുവാ അടിപൊളിയായിരുന്നു. എല്ലാവരും ഇഷ്ടം മറ്റേ ബുഗാട്ടി. എന്തുമില്ല വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ അതിന് വേറൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ബുഗാട്ടി എന്ന് തന്നെയാണ് പേര്. ഓക്കെ, ഇത് ഫസ്റ്റ് ട്രയലാണ്. അതാ ഓവറായിട്ട് കണ്ടല്ലോ, ഓവർ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ സീൻ കണ്ട. ഈ വണ്ടിയിലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. കാരണം ഫസ്റ്റ് തോനെ ഓവർ ചെയ്തേക്കുന്നത് കൊണ്ടും ഒരുപാട് പാർട്സ് ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ. ഓക്കെ, ലാസ്റ്റ് ട്രൈ. ഇനി ഒരൊറ്റ ഡ്രൈവറുള്ളൂ. എനിക്ക് വയ്യ കൈ, സത്യം പറയാമല്ലോ. ഇതിങ്ങനെ ഓട്ടിച്ച് അങ്ങ് ഇവിടുന്ന് അവിടം വരെ 272 മാക്സ് സ്പീഡ് വരുന്നത് കേട്ടോ. ഓക്കെ, മാക്സിമം പതിയെ സ്പീഡ് കുറച്ച് ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, 3, 2, 1 ഗോ. ഇപ്പോഴും അങ്ങനെ പടക്കം പൊട്ടിച്ചില്ലല്ലോ. കിടന്ന് ഉറങ്ങി കാണും, അല്ലെങ്കിൽ പോയി കാണും. ഓക്കെ, ഇപ്പോൾ വണ്ടി കണ്ടോ, പാർട്സ് അടി തട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി അങ്ങനെ പോയത്. ഓക്കെ, ഇതിനൊപ്പം ഒരു വിങ്സ് കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, എവിടെ വന്ന് വീണ? നമ്മുടെ ലംബോർഗിനി നേർക്ക് വന്ന് വീണടാ. ആദ്യത്തെ അടിപൊളിയായിട്ടാണ് കേട്ടോ. കാരണം ഒരു 1/2 ഇഞ്ച് മുമ്പിലോട്ട്. അപ്പം സെക്കൻഡ് നമ്മുടെ ബുഗാട്ടിയാണ്. തേർഡാണ് നമ്മുടെ ലാംബോർഗിനി വരുന്നത് അവിടെയാണ്. ഓക്കെ, ഫസ്റ്റ് കൊനിസിയാഗ്, സെക്കൻഡ് ബുഗാട്ടി, തേർഡ് ലാംബോർഗിനി, മിക്കവാറും ഫോർത്ത് വല്ലതും ആയിരിക്കും നമ്മുടെ ഔഡി വരുന്നത്. ലാസ്റ്റ് ഒരു വണ്ടി കൂടെ ഉണ്ട് കേട്ടോ, അത് സസ്പെൻസാണ്, ഞാൻ പിന്നെ പറഞ്ഞത്. ഇതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകാനേ. വലിയ സീനൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. 270 ഇതിൻ്റെ മാക്സ് സ്പീഡ് വരുന്നത്. ഈ വണ്ടിയല്ല എനിക്ക് തന്നേക്കുന്ന എല്ലാ വണ്ടിയും പ്രമോഷന് വേണ്ടി തന്നിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് വണ്ടികളെല്ലാം എനിക്ക് പ്രമോഷന് വേണ്ടി തന്നേക്കാണ്. അതായത് നമുക്ക് പ്രമോഷനിൽ നിന്ന് ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൈസ വെച്ചിട്ടുണ്ട് അമ്മമാർക്ക് ഇതിൻ്റെ പ്രമോഷൻ്റെ പൈസ ഒക്കെ കൊടുത്തു തീർക്കാനേ. ഓക്കെ, നമ്മുടെ ഡിഫൻഡർ നമുക്ക് ലാസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഡിഫൻഡർ ലാസ്റ്റാണ്, പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ. അതിന് തന്നെ ഉണ്ട് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ മറ്റേ അതിൻ്റെ വണ്ടിയിൽ എന്ത് വരുന്ന കേസ് മറന്നുവല്ലോ. എന്തുവരുന്നു? ആ സ്കൂട്ടി കണ്ട. ഇതാണ് നമ്മുടെ സസ്പെൻസ് കാർ. എൻ്റെ പൊന്നെ, ഇതാണ് ബുഗാട്ടി മോൺസ്റ്റർ കാർ. ഞാൻ കുറേ വെറൈറ്റി പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ബുഗാട്ടി മോൺസ്റ്റർ കാർ.
ഓക്കെ നമുക്ക് റോബറിയൊക്കെ നല്ലപോലെ അറിയാം. അല്ല പിന്നെ പറയൂലേ, നമ്മൾ റോബറി ജീനിയസാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഇതൊക്കെ കിടപ്പുണ്ട്. നമുക്ക് നേരെ ഇതൊക്കെ എടുത്തേക്കാം. വണ്ടി കയറ് ഗൈസ്. ബുഗാട്ടിയിലെയും ഓഡിയിലൊക്കെ ഒരേ ഇതാണ്. കുറച്ച് പുറകിലോട്ട് പോട്ടെ, കുറച്ച് പോകുന്നെങ്കിലൊക്കെ കുറച്ച് പുറകിലോട്ട് പോട്ടെ. ലെസ്കോ ഫസ്റ്റത്തെ എപ്പോഴും ട്രയൽ ആയിരിക്കണം. നേരത്തെ പറഞ്ഞെങ്കിൽ അങ്ങേര് ചത്ത്. ഫസ്റ്റത്തെ എപ്പോഴും ട്രയൽ ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ പോകാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ലോവർ ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ട ഇതുപോലെ ജമ്പ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ഫസ്റ്റത്തെ എപ്പോഴും ട്രയൽ. ഓക്കെ, ഇതിപ്പോൾ വണ്ടീൻ്റെ പാർട്സ് എല്ലാം ഊരിപ്പോകുന്നതാണ്, മാത്രമേ ഉള്ളൂ. സുഖമായിരുന്നു, അടിപൊളി, വേറെ സീനൊന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മുടെ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവുകയാണ്. ഇത് വെള്ളം ദാഹിക്കുന്നു. സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഗൈസ്, എന്തുവാ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക. ആൻഡ് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞില്ലേ, തൊണ്ടാണെന്ന് വലിക്കുന്നു. വെള്ളം വേണം എൻ്റെ പൊന്നെ. ഞാൻ പോയത് വെള്ളം കുടിച്ചിട്ട് കേട്ടെ എൻ്റെ പൊന്നെ. കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ തിരിച്ച് വന്നു. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പോവുകയാണ്. 3, 2, 1 ഗോ. എടാ അങ്ങനെ പടക പൊട്ടിക്കുന്നില്ല ഗായ്സ്, എന്തുവാണേ. ഓക്കെ, ഇത് മാക്സിമം സൗണ്ടും എല്ലാം എഡിറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിടക്കാച്ചി വീഡിയോ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയുടെ ലൈറ്റ് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ വെറും 800 ലൈക്സ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിൻ്റെ പാർട്ട് 2 എൻ്റെ പൊന്നെ എൻ്റെ ബുഗാറ്റിനെ ഇടിച്ചിട്ട് ഗൈസ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ബുഗാട്ടി ഒന്നാം പറഞ്ഞാൽ പൊട്ടിത്തെറിപ്പിക്കുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ ഈ വണ്ടിയെല്ലാം പൊട്ടിത്തെറിപ്പിച്ച് തന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ, അതാ സീനായത്. ഓക്കെ, നമ്മുടെ ഔഡി നമുക്ക് ഇവിടെ അങ്ങനെ സ്പോൺ ചെയ്തിട്ട് ബുഗാട്ടീനോട് സ്പോൺ ചെയ്തിരിക്കാം, ഔഡി ഇവിടെ സ്പോൺ ചെയ്തിരിക്കാം. അതുപോലെ ആവശ്യമുള്ള 2 വണ്ടികളുമാണ്. 500 നമ്മുടെ വണ്ടി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഓക്കെ, മാക്സിമം വീഡിയോയിൽ ലെങ്തും കൂട്ടി വെച്ച് തൊണ്ട അടിച്ച് കളയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഹൈ ജമ്പ് ചെയ്തേക്കാം. ആ ജമ്പ് ഓക്കെ, പൊട്ടെ ഗൈസ്. റോബ്ലോക്സിൻ്റെ പാർട്ട് 2 ഒന്നും ഇറക്കാൻ പറ്റിയില്ല. അല്ല, റോബ്ലോക്സ് നമ്മൾ 2 പാർട്ട് ഇറക്കിയല്ലോ. അല്ല, 3 പാർട്ട് ഇറക്കിയോടെ, ഇല്ല 2 പാർട്ട് നമ്മൾ ഇറക്കിയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ ആർമി സ്റ്റൈലിലോട്ട് വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അത് പിന്നെ അത്രേ ഉള്ളൂ, ഒരു അപ്പീലുമില്ല. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ ആർമി സ്റ്റൈലിൽ വരുന്ന എൻ്റെ മോനെ ഔഡിയിലൊരു വരവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയല്ലോ. ഓഡിയിൽ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടമല്ല. ഇത് കമ്പനിക്ക് ഞാൻ പ്രൊമോഷൻ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണെങ്കിലും ഇപ്പം കമ്പനി എന്നെ തെറി വിളിക്കും ഈ വീഡിയോ കാണുമ്പം. ഇതാ നമ്മുടെ അത് പോകണം, എന്തോ SUV പോകണം കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ്, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റാണ് നമ്മുടെ ലാംബോർഗിനി മൺസ്റ്റർ ട്രക്ക്. സെക്കൻഡ് ലാസ്റ്റ് അല്ല, ലാസ്റ്റാണ്. പിന്നെ നമ്മുടെ ഡിഫറൻ്റാണ്, ഇവനാണ് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റായിട്ട് വരുന്നത്. ലാസ്റ്റാണ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, പോട്ടെ, സമയമില്ല, നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ട്രയൽ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരാളെ അടിച്ചാണ്, പക്ഷേ ഇനി അടിക്കേണ്ട വരുമോ? ഇത് അങ്ങോട്ട് പോകണൊരു ഇത് ഫസ്റ്റ് എപ്പോഴും ട്രയലായിരിക്കണേ. ഈ വണ്ടിക്ക് അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് അധികം ദൂരം എത്തൂല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത് നല്ല ഹെവി വണ്ടിയാണ്, അപ്പം തോനെ ദൂരം എത്തൂല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡിഫൻഡർ തന്നെ 280 km/h 280 കിലോമീറ്റർ വരുന്നുണ്ട്. അതായത് ഡോറൊക്കെ അല്ലേ തെറിച്ച് പോയത്, എന്നോട് ഡോറ് വന്നിട്ടുണ്ടോ അനുസരിച്ച്. ഓക്കെ, 3, 2, 1 ഗോ. എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ, നമ്മൾ പറപ്പിച്ച് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ വന്നത്, അതാണ് ഞാൻ വീഡിയോ റെക്കോർഡ് കട്ട് ചെയ്തത്. അതെന്തിനാന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് ഫോണ്ടാന്ന് വിളിക്കുകയാണ്. റെക്കോർഡ് ചെയ്യുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ്, കാരണം വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലല്ലോ, എന്നെ ഗെയിം നിരോധിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും എനിക്കിതാണ് അവരോട് ഗെയിം നിരോധിക്കുക. നമ്മൾ ഡിഫൻഡർ എത്തിയാടാ, ശരിക്കും അങ്ങ് എത്തിയില്ല, സത്യം പറയാമല്ലോ, നല്ല വിഷമമുണ്ട്. പക്ഷേ ഇവരെല്ലാം വെട്ടിച്ചിഞ്ഞ് മുമ്പിലെത്തി. എൻ്റെ പൊന്നെ, ഈ കിടക്കുന്ന എല്ലാം സൂപ്പർ കാർസാണ്. അതിനെല്ലാം വെട്ടിച്ച് നമ്മുടെ ഡിഫൻഡർ ഇനി ഏറ്റവും മുമ്പിൽ വന്നേ കേട്ടോ. നമ്മൾ ഡിഫൻഡറിൻ്റെ ചീപ്പ് കോഡ് എന്തുവായിരുന്നു, ഞാൻ മറന്നുപോയി. 002 അത് തന്നെ പറപ്പിക്കാനുണ്ടോ നമ്മൾ ഇവിടുന്ന്. ഓക്കെ, പോലീസുകാരാണ് നമ്മളെത്തിക്കുന്നത്. പോലീസ്. ഓക്കെ, നമ്മളതാ വണ്ടി. ഓക്കെ, വണ്ടിയുടെ ഡോറ് തെറിച്ചില്ല, ഭാഗ്യം. ബാക്ക് ഡോർ ഊരിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാ വണ്ടിയിലും അങ്ങനെയല്ലേ. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ചാടിയേക്കാം. ചാടിക്കോ.
എൻ്റെ പൊന്നെ ഒന്ന് കയറിക്കൊടുത്ത് ഞാൻ ഇൻഫിനിറ്റ് ഹെൽത്ത് ഓൺ ആക്കിയേക്കുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചത്തന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളത് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ വണ്ടിയാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ ഒരൊറ്റ വണ്ടിയുടെ അയ്യോ ഞാൻ ഡിഫൻഡർ ചീക്കോഡ് കൊടുത്തില്ലടാ. ഡിഫൻഡറിൻ്റെ ചീക്കോഡ് കൊടുത്തില്ല. ഞാൻ ദാ വരുന്നത് ഇതിൻ്റെ ചീക്കോഡ് ഇവിടെ അടിച്ചിട്ട് ഞാൻ ഇടട്ടെ. എത്രയാണ് ചീക്കോഡ്? 00202002 അങ്ങനെ എന്തോ ഉണ്ടല്ലേ. 3012 അങ്ങനെയാണോ നോക്കട്ടെ. 00 2 നോക്കട്ടെ. അങ്ങനെ പറ. അത് തന്നെ ലാസ്റ്റത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഗൈസ്. നമ്മുടെ ഡിഫൻഡർ ആണെങ്കിൽ ആകെ 4 ഡോറേ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് അവിടെ ഡിഫൻഡറിന് ഡാമേജ് ആയിട്ടുള്ള വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വരാഞ്ഞത്. ഓക്കെ, ഇതാ നമ്മൾ പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ വണ്ടി അധികം കിലോമീറ്റർ എനിക്ക് തോന്നില്ല. ഈ വണ്ടി അധികം കിലോമീറ്റർ ഇതാ ലെഫ്റ്റ് ചെയ്യും കാരണം തോന്നില്ല ഗൈസ്. ഒരു ഉറപ്പില്ലായ്മയാണ് എനിക്ക് എന്തും. നോക്കാം ഗൈസ്. ഹിയർ വി ഗോ ബഡി. ഓക്കെ അണ്ണ നമ്മുടെ കൊള്ളാം പോട്ട് ദാ പോണ്. ഡേ ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞത് SUV അല്ലേടേ. എനിക്ക് വയ്യ, ഞാൻ ഒന്നും മിണ്ടണില്ല. ഈ SUV വണ്ടികൾക്കൊക്കെ അവിടെ എന്താണ് ഇത്ര കുഴപ്പം ഗൈസ്? ഈ ഗെയിമിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺട്രോളബിലിറ്റി ഇല്ലാത്ത വണ്ടിയാണ്. കണ്ടില്ലേ? കണ്ട അവിടെ ഇത് ഉണ്ടാവും, അത്രേ ഉള്ളൂ. കൺട്രോളുമില്ല ഗൈസ് ഈ വണ്ടിക്കൊന്നും. വല്ലാത്തൊരു പ്രശ്നമല്ലേ. ഓക്കെ, ഈ വണ്ടി നമുക്ക് ഒരു ടേക്ക് കൂടെ കൊടുത്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒരൊറ്റ ടേക്ക് കൂടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ല ഈ വണ്ടി? 2 ഡോർ തെറിച്ചു പോയല്ലോ. ക്ലാപ്പ് അടിപൊളി. അല്ല, ലംബോർഗിനിക്ക് ആകെ 2 ഡോറേ ഉള്ളേ. ഓക്കെ, ഇത് ലാസ്റ്റ് ടേക്കാണ്. എനിക്ക് വയ്യനി, എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയി. ലെറ്റ്സ് ഗോ. ഓക്കെ, വണ്ടി ഇപ്പം തന്നെ 140 ഹിറ്റ് ചെയ്തു. 50, 60, 70, 90. ഓക്കെ 200 സംതിങ്. ഓക്കെ, ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷെ വണ്ടിക്ക് 2 വിങ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇല്ല ഗൈസ്, ഈ വണ്ടിക്ക് അത്ര കാണാൻ പറ്റില്ല. ഓക്കെ, അടിപൊളി. പക്ഷേ ഈ വണ്ടി അതായത് നമ്മുടെ ഡിഫൻഡറിൻ്റെ അത്ര പോലും എത്തിയില്ല. സെക്കൻഡ് നിൽക്കുന്ന ഡിഫൻഡറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്, സെക്കൻഡ് ഡിഫൻഡറാണ്. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ നമ്മുടെ വണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഡ്രോൺ എടുത്തിട്ട് കുറച്ച് വിഷ്വലും കാര്യങ്ങളും കാണിച്ചു തരാം. അല്ല, ഇനി ഞാൻ നേരെ അങ്ങ് പോകണമല്ലോ. അപ്പോൾ ഞാനൊരു വണ്ടി എടുക്കട്ടെ. ഏത് വണ്ടിയാണ് വേണ്ടത്? നമുക്ക് ടെക്സ്റ്റിൽ പോയിട്ട് ഡ്രോൺ ഓണാക്കട്ടെ ഞാൻ ഫസ്റ്റ് ഫോർ. അല്ല, നമുക്ക് വണ്ടി എടുക്കാമല്ലോ. വണ്ടി എടുത്തിട്ട് പോയാൽ പോരെ? വണ്ടി എടുത്തിട്ട് ഡ്രോൺ വേണ്ട. ഓക്കെ, 00 നമുക്കൊരു എന്തൊരു പൾസറാ എന്തോ ഒരു വണ്ടി. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം തോനെ ലെങ്ത് ഉണ്ട്. ഒരു 20 മിനിറ്റ് 10 സെക്കൻഡാണ് ഇതിനുള്ളത്. മാക്സിമം റെക്കോർഡ് ചെയ്തതിൻ്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. നല്ല ഈ വണ്ടിക്ക് 210. എൻ്റെ പൊന്നെ, മതി. നിക്ക്. അല്ല, ഈ വണ്ടി കണ്ട നമ്മൾ വളയ്ക്കുമ്പോൾ അങ്ങനെ വളഞ്ഞു പോകുന്നില്ല. ഈ ഒറിജിനൽ ഇവിടെ GTA 5 അങ്ങനെ ഞാൻ കളിച്ചിട്ടില്ല, PC ഇല്ല. ഓക്കെ നമുക്ക് ഇവിടെ നടന്നങ്ങോട്ട് പോയാലോ. ഞാൻ വേറെ കുറേ ട്രിക്കിൽ കളിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, 0070 അങ്ങനെയല്ലേ? 007 അല്ല 0700 ഇല്ലടേ, 0700 ഇല്ലേ? 0700 അത്രേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഉള്ള നമ്മുടെ ഡിഫൻഡറിനും നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ ട്രക്കിനും വേണമുണ്ട്. ബാക്കി എല്ലാം പപ്പടമായി. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഡ്രോൺ എടുക്കട്ടെ. ഡ്രോൺ എടുത്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരാരാടെ ആർ യു ഡ്രോൺ DON ഡ്രോൺ അടിക്കണമെന്നില്ല. DON ഡ്രോൺ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഡ്രോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഡിഫൻഡറും ഇതുമാണ്. ഏറ്റവും കുറവിൽ നിൽക്കുന്നത് നമ്മുടെ മോൺസ്റ്റർ ട്രക്കാണ്. ലംബോർഗിനി മോൺസ്റ്റർ ട്രക്ക് അതാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ കൊനിസിയാക്കിൻ്റെ ഒരു ബോഡി പാർട്ടല്ലേ അവിടെ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ മൊത്തം ലാക്രിക്കട പോലെയായി. കുഴപ്പമില്ല, നമുക്ക് നേരെ പരിപാടി. ഇതാണ് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് ഡിഫൻഡർ, തേർഡ് ലംബോർഗിനി, ഫോർത്ത് നമ്മുടെ
ഫോർത്ത് വൺ, ഫിഫ്ത്ത് ഔഡി, സിക്സ്ത്ത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ടിയാണ് മോൺസ്റ്റർ ട്രക്ക്. ഗൈസ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ടാണ് അതങ്ങനെ